JCWന്റെ പേരിന് ഒരു അർത്ഥം കൊടുത്തേക്കുന്ന ലാസ്റ്റ് വണ്ടി. വാസ്തുക്കിന് ഹോയേ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അവിടെ കണ്ടോ അടുത്തേക്ക് ജെറ്റയുടെ ബിൽഡിന്റെ ഒരു പകുതി ആയിട്ടുള്ളൂ. ഇവന് എവിടെ പോയാലും ഇവരുണ്ടല്ലോ. സ്പെഷ്യൽ സർവീസാ. സമയത്ത് പുതിയ ആക്സറീസ് ഷോപ്പ് തുടങ്ങുന്നുണ്ട്. അതെ ശരിയാ. മിനി കൂപ്പറിലൊക്കെ ഡെലിവറി പെട്ടെന്ന് എക്സ്പ്രസ് ഡെലിവറി ആണ്. ഇത് JCW കിറ്റില്ലേ? എനിക്കറിയാം. അപ്പൊ ശരി. ഡീസലാണെങ്കിൽ കുഴപ്പമില്ല, പെട്രോൾ ആണെങ്കിൽ ലൈറ്റർ കത്തിക്കുമ്പോ കത്തിക്കും. ഇത് ഞാനേ വണ്ടിക്ക് പെർഫോമൻസ് കുറയും. 4 പേര് ഈ വണ്ടിയിലുണ്ട്. അത് കുഴപ്പമില്ല. ബാക്കിൽ സൺറൂഫ് ഒക്കെ ഓൾറെഡി എക്സ്ക്യൂസസ്. എന്താണ് കുഴപ്പമില്ല. ടിവിയുടെ അത്രയും വരുമോ? ഞാൻ ഫസ്റ്റ് വീഡിയോ ഞാൻ ഇട്ടത് ഈ മിനി കൂപ്പർ JCW അല്ല, മിനി കൂപ്പർ വേഴ്സസ് TDI 2022 ഫസ്റ്റ് ഗിയറിൽ ഞാൻ ലോഞ്ച് ചെയ്തോണ്ട് ഒരു 40 കിലോമീറ്റർ അല്ല 60-70 വരെ കൊണ്ട് ഞാൻ കേറി നിന്നു. ഇതിന് മുമ്പത്തെ JCW പണ്ടത്തെ ഇല്ല. എന്റെ ഒരു ഇപ്പൊ കിറ്റാണോ? ഇപ്പൊ എസിന്റെ സെയിം പവർ എസിന്റെ സെയിം പവർ ഫ്യൂസില് 330യോ 230. ഇതിന്റെ 230യുടെ അല്ല, ഇതിന്റെ ആ ഒരു ഗോക്കാട്ടി. പിന്നെ ഭയങ്കര രസമുണ്ട് പോക്ക്. ഈ വണ്ടി ഓടിക്കാണ്ടിരിക്കാൻ വേണ്ടി അപ്പന് ഡിസ്കവർ എടുത്തു കൊടുത്തു, GT എടുത്തു കൊടുത്തു. ഞാൻ അപ്പന്റെ MG എടുക്കാണ്ടിരിക്കാനായിട്ട് എടുത്തു തരാൻ പറയാം. മിനി കൂപ്പർ എസ് ആയിരുന്നെങ്കിൽ മെമ്മറി സീറ്റ് ഉണ്ട്. ഇതിന് മാനുവൽ സീറ്റ് ആയതുകൊണ്ട് ഇവൻ കയറുമ്പോ സീറ്റ് പൊസിഷൻ മാറുമല്ലോ. ഇതിന് മെമ്മറി കുറവാ. എനിക്ക് മെമ്മറി നമുക്ക് ബ്രിയോ ആണല്ലേ? ബ്രിയോ വിറ്റ്. ബ്രിയോ നല്ല സാമ്യമുണ്ട്. സാമ്യമുണ്ട്. പട്ടി പോലെ മാപ്പുണ്ടോ? 1.5 മാപ്പില്ല. മാപ്പിടാൻ പറ്റില്ല. എയർപോർട്ടിലല്ലേ ഈ എയർ ഇന്ത്യയുടെ എവിടെയാന്നറിയില്ല. പക്ഷെ ഞങ്ങള് കഴിഞ്ഞ വർഷം കൊടുത്തയച്ച ഫോളോക്ക് ഇതുപോലത്തെ ഒരു സീറ്റ് ചെയ്താലോ? ഭയങ്കര രസമാണ്. സൈഡ് ബോൾസ്റ്ററിങ്ങും 330 ഓടിക്കുമ്പോൾ ആ ഒരു സാധനല്ലേ? 330യുടെ സെയിം B48 2 ലിറ്റർ ട്വിൻ സ്ക്രോൾ ടെർബോ. ഈ പർട്ടിക്കുലർ JCW ആണ്. JCWന്റെ പേരിന് ഒരു അർത്ഥം കൊടുത്തേക്കുന്ന ലാസ്റ്റ് വണ്ടി. പിന്നെയുള്ള JCWs എല്ലാം മിനി കൂപ്പർ S കിറ്റ് കയറ്റിയേക്കുന്ന വണ്ടികളാണ്. ഭയങ്കര രസമാട്ടോ. ഈവൻ ദോ പോളോയിലൊക്കെ നമ്മൾ കോയിൽ ഓവർ ചെയ്താലും അത് ഇത്രയൊന്നും ആവൂല. ഹായ്, ഞാൻ ആദ്യം ഈ റൗണ്ട് ബോട്ടാണെന്ന് എടുത്തായിരുന്നു. ഭയങ്കര രസമായിരുന്നു. പിടിച്ചിങ്ങനെ അങ്ങ് വെക്കും നമ്മള്. ഒന്നും പേടിക്കില്ല. ഈ എഞ്ചിൻ
ഒത്തിരി BMW വലിയ വണ്ടികൾക്കെല്ലാം വരുന്നുണ്ട്. അത്രയും പൊട്ടൻഷ്യൽ എഞ്ചിനാ. ബട്ടറി പിസ്റ്റൻസ് എന്നൊക്കെയാണ് ഇത് പറയുന്നത്. പക്ഷേ ഈ വണ്ടിയിൽ ഈ എഞ്ചിൻ വരുമ്പം ഈ ഒരു പാക്കേജിൽ ഭയങ്കര രസമാണ്. ഈ ഒരു ഓവറോൾ പ്രൊപ്പോർഷനിൽ എനിക്ക് പേഴ്സണലി ഈ ഷേപ്പ് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഷേപ്പ് മൊത്തത്തിൽ അങ്ങ് മാറി പുതിയ രീതിയിലുള്ളൊരു മോന്തയാവും. ഇതിന്റെ നല്ലൊരു മോഡേൺ യെറ്റ് ക്ലാസിക് മോന്തയാ. ഭയങ്കര അങ്ങോട്ട് മോഡേൺ ഫ്യൂച്ചറിസ്റ്റിക് ലുക്കും ആയിട്ടുമില്ല. സോ നമ്മുടെ ഡയാസ് വെച്ച് കഴിഞ്ഞിരിക്കുന്നു. 1.5 ഡയ വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, റീപൊസിഷനിങ് ചെയ്തു. ഇവിടെയാണ് അതിൻ്റെ സ്റ്റോക്ക് എയർ ബോക്സ് വരുന്നത്. സ്റ്റോക്ക് എയർ ബോക്സിൻ്റെ അവിടെ ഡയറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ. അങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗുണത്തിന് പകരം ദോഷവും. ബട്ട് ഇൻ കേസ് ഓഫ് 2 ലിറ്ററിൻ്റെ കേസിൽ അലക്സ് ബ്രോ എവിടം വരെ കഴിയാറായി? വെച്ചിട്ടുള്ളൂ. ഓക്കെ. അതിൻ്റെ ഒപ്പം തന്നെ എന്തായാലും ഇതെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഇവിടെ കിടക്കുമല്ലോ. അപ്പം എൻജിൻ ഓയിൽ സർവീസ് ചെയ്തു. ഇപ്പൊ സി മൗണ്ട് മാറി. അത് ചെക്ക് ചെയ്തപ്പം നല്ല അടി ഉണ്ടായിരുന്നു. അന്നേരം നോക്കി വന്നപ്പോഴാണ് ഗിയർ ബോക്സ് കൊണ്ട് പോയേക്കുവെന്ന് മനസ്സിലായത്. അപ്പൊ അതും മാറണം. അന്നേരം പിന്നെ നോക്കി വന്നപ്പോഴാണ് മറ്റേ ഏത് മൗണ്ടാ, ഗിയർ ബോക്സ് കൊണ്ട് മാത്രമാണുള്ളത്. ബാക്കി ഓക്കെയാണ്. പിന്നെ നോക്കി വന്നപ്പോഴാണ് മറ്റേ സാധനം PC വാൽവ് പോയിട്ടുണ്ട്. പിന്നെ ശരിക്കും നോക്കിയപ്പോ എന്നാ ഇഞ്ചക്ടറിന്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. അപ്പൊ ഒന്ന് സർവീസ് ചെയ്താൽ മതിയെന്ന് ഓർത്തു. നോക്കിയപ്പം 1, 2, 3, 4 4 4 ഫ്ലോ ഇല്ല. അപ്പൊ 4 മാറ്റി വരുമ്പോ ഏകദേശം ഒരു പോളോ മേടിക്കണ കാശ് തന്നെയാവും. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളു. ഇത്രയും നാളും വലിയ പണികൾ തന്നിട്ടില്ല. ഇപ്പൊ തന്നു തുടങ്ങുന്നുണ്ട്. കുഴപ്പമില്ല, വേറെ ഓപ്ഷൻ ഇല്ല. അപ്പൊ അങ്ങനെ അല്ലേ? എന്താ ബ്രോ ഇവിടെ പരിപാടി? അല്ല വെള്ളം അടിക്കാൻ വേണ്ടി ഒരുത്തൻ ബാറ്ററിയുടെ അകത്ത് വെച്ചേക്കാം, ഗ്ലാസ് അല്ല. അയ്യോ, ചെക്ക് പോയിന്റ്സ് ഒക്കെ ഉണ്ട് മാപ്പിന് മുന്നേ. ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് കണ്ടീഷൻ ആണെന്ന് നോക്കും. അതിനുശേഷം ഈ ബാറ്ററി സ്റ്റെബിലൈസർ ഒക്കെ വെച്ച് ഇത് മൊത്തത്തിൽ എന്ത് സേഫ് ആക്കാൻ വേണ്ടിട്ടാ? നമ്മൾ ECU റീഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബ്രിക്ക് ആവും. ECU റീഡ് ചെയ്യുമ്പോൾ ബ്രിക്ക് ആയി കഴിഞ്ഞാൽ വോൾട്ടേജ് കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പൊ അതൊക്കെ വേണ്ടി വരും. ഏത് മാപ്പാ ബെസ്റ്റ് എന്ന് എല്ലാവരും ചോദിക്കും എൻ്റെ അടുത്ത്. പക്ഷെ അങ്ങനെ ഒരു ഉത്തരമില്ല. ഈ വയലും വായിക്കണ പോലെ എന്താ കാണിക്കുന്നത്? അതൊരു എഞ്ചിൻ കവർ ഡയ വെക്കുമ്പോൾ വെക്കാൻ പറ്റില്ല ടെക്നിക്കലി. അപ്പോൾ അത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് കട്ട് ചെയ്യണം. അപ്പൊ ഈ എഞ്ചിൻ കവർ ഇനി വിൽക്കാൻ പറ്റില്ല അല്ലേ? അല്ല, വെച്ചാ മതി. നമ്മൾ ഡയ വെച്ച് കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുക. അപ്പോഴാണ് പിന്നെ വീണ്ടും ഇത് അവിടെ കണ്ടോ? പറ. OBD. പിന്നെ നമ്മൾ OBD 11 വെച്ചിട്ട് കുറച്ച് എല്ലോസിന്റെ ഒക്ടാവിയയിൽ കുറച്ച് ട്വീക്സ് ചെയ്യാനുണ്ട്. ഞാൻ കണ്ടു. ഞാൻ കേൾക്കുന്നത് മറ്റേ ബ്ലോഫിന്റെ ഇതൊക്കെയാണ് കേൾക്കുന്നത്. കൊള്ളാം, നല്ല രസമുണ്ട്. സ്റ്റേജ് കൊണ്ട് അടിച്ചിട്ട് എങ്ങനെയുണ്ട്? ഡൗൺ പൈപ്പും ഇതൊന്നും വന്നിട്ടില്ല. എന്നിട്ടും ആക്റ്റീവ് അതിൽ ഇത്ര ബബിൾസും പോപ്സും കൂടെ ഒരു മിക്സ് പോലെ അടിപൊളിയാണ്.
കേക്കട്ടെ കേക്കാം. ശരിയാ, നല്ലോണം ഉണ്ട്, നല്ല മാറ്റം. അപ്പൊ ഇന്നിപ്പോ എൽഡോസിന്റെ വണ്ടി കുറച്ച് OBD11 ട്വീക്സ് ചെയ്യാൻ വേണ്ടിട്ടാ അല്ലേ? നമുക്ക് ഒത്തിരി ഫങ്ഷൻസ് അൺലോക്ക് ചെയ്യാം, പ്രത്യേകിച്ച് സ്കോഡ, ഫോക്സ്വാഗൻ. ഒയ്യോ, നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ വരുത്താം. സോ നിങ്ങൾ വിചാരിക്കും ഇത് കമ്പനിക്കാർക്ക് തന്നെ ലൈക്ക് ഫ്രം ഫാക്ടറി എന്തുകൊണ്ട് ചെയ്ത് വെച്ചുകൂടാ എന്ന്. അപ്പോൾ അത് ഓരോ റീജിയനിലും അവരുടെ റൂൾ അനുസരിച്ച് പല ഫങ്ഷൻസും ലോക്ക്ഡ് അല്ലേ സമയത്ത് നമ്മുടെ ഹെഡ് മെക്കാനിക് ആയിട്ടോ. ഇപ്പൊ നമ്മള് OBD വെച്ചിട്ടുള്ള ട്വീക്സ് കാര്യങ്ങള് OBD11 വെച്ചിട്ടുള്ള അല്ലേ? അപ്പൊ എന്തൊക്കെ ഫങ്ഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് പറയുന്നത് ചെയ്യാൻ പറ്റും അല്ലേ? ലോവർ ചെയ്യാൻ പറ്റുമോ? അത്രയൊക്കെ വേണോ? ഒരു രണ്ടാളെ കൂടെ ബാക്കിൽ ലോ ഇത് OBD11 ബേസിക്കലി ഒരു സ്കാനിങ് ടൂൾ പ്ലസ് കോഡിംഗ് ടൂളാണ്. പക്ഷെ ഭയങ്കര ഹൈലി കേപ്പബിൾ ആണ്. യൂഷ്വലി എല്ലാവരും ഇത് VCDS എന്ന് പറഞ്ഞ ഫോക്സ്വാഗന്റെ തന്നെ ഒരു ഡയഗ്നോസ്റ്റിക്സ് സിസ്റ്റം വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് ശരിക്കും ഒരു ആഫ്റ്റർ മാർക്കറ്റ് സൊല്യൂഷൻ ആണ്. പക്ഷെ എന്നാൽ ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ്. ഈ OBD11 പക്ഷെ വേറെ സംഭവം ഉണ്ട്. എന്ത് അൺലോക്ക് ചെയ്യണം നമ്മൾ ശരിക്കും പേയ്മെന്റ് കൊടുത്താലേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ എനിക്ക് പ്രീമിയം സബ്സ്ക്രിപ്ഷൻ കിടക്കുന്ന കാരണം അൺലിമിറ്റഡ് ആയിട്ട് എത്ര വേണം ഉണ്ടാവും. അതെ, പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ഇവന്റെ അല്ല കേട്ടോ, എന്റെ ഫ്രണ്ടിന്റെ ആണ്. ഒരു തിരുത്തുണ്ട്. മാങ്ങ പറിക്കണ പോലെ കിട്ടില്ല ഗൈസ്. ഇതിന് നമ്മള് ഒരു നിശ്ചിത അളവുണ്ട്, അല്ല തുകയുണ്ട്. ഈ സാധനത്തിന് അറൌണ്ട് 8K പ്രൈസ് ഉണ്ട്. ഇതിന്റെ അൾട്ടിമേറ്റ് പ്ലാൻ എന്തോ 25K 30K എന്തോ. പിന്നെ ഇതിന്റെ ഫങ്ഷൻസ് അൺലോക്ക് ചെയ്യാൻ എത്രയാ? 500 വെച്ചിട്ടുണ്ടോ? അല്ലല്ല, അത് അൾട്ടിമേറ്റ് പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്ക് അൺലിമിറ്റഡ്. ഞങ്ങളുടെ ചാർജ് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു ഐസ്ക്രീം മേടിച്ചു തന്നാൽ മതി. പക്ഷെ ബാക്കിയുള്ളത് അങ്ങനെയല്ല, ഞങ്ങൾ ചാർജ് ചെയ്യും. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അപ്പൊ നമുക്ക് ഇതിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ ഫോർ എക്സാമ്പിൾ ഇതിന്റെ അകത്ത് ലോഗോ VRS ആക്കുക. ഇപ്പൊ ഇതിന്റെ അകത്ത് വണ്ടി മിക്കവാറും നോർമൽ ഒക്ടാവിയ ആയിരിക്കും. ഇത് നോർമൽ ഒക്ടാവിയ ആണല്ലോ. അത് ഇത് VRS ആക്കുക, അവിടത്തെ ലോഗോ VRS ആക്കുക, ഈ കളേഴ്സ് ചേഞ്ച് ചെയ്യുക. ഒരു ചെലവിലുണ്ട് എന്റെ വീലൊക്കെ മാറ്റാട്ടോ. അല്ലെങ്കിൽ വീലിന് റിം റൂമിൽ പോയി കഴിഞ്ഞാൽ അയ്യോ റിം റൂം ഏറ്റില്ല. അല്ലെങ്കിൽ വീലിന് ചെലവുണ്ട്, പക്ഷെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ റിം റൂമിൽ കിട്ടും. അതെ, ഈ വണ്ടിക്ക് പുറത്ത് അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആയിരിക്കും ഇതൊക്കെ. ഇപ്പൊ ഇത് കണ്ടോ, എക്സ്റ്റൻഡഡ് ലെയിൻ അസിസ്റ്റ്, ഇതൊക്കെ ADAS ഫീച്ചേഴ്സ് ആണ്. ഇത് ശരിക്കും നമ്മൾ ഇന്ത്യയിൽ വന്നിരിക്കുന്ന വണ്ടിക്ക് ഇല്ല. ADAS എന്നല്ല പറഞ്ഞ കേട്ടോ, ADAS. ഞാൻ ADAS എന്നല്ലേ? അതെ അതെ അതെ, അല്ല ഞാൻ എല്ലാവരോടും പറഞ്ഞ. ഓ അങ്ങനെ, അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ അതൊന്നും നമുക്ക് വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ശരിക്കും ഇതിന്റെ അകത്ത് ഇനി ഹോൾഡെക്സ്, നമ്മുടെ വണ്ടി ഓൾ വീൽ ഡ്രൈവ് അല്ല. അതെ, അതിന് വേണ്ടിട്ടാണോ ഈ ടണൽ കൊടുത്തേക്കുന്നത്? ടണലോ എവിടെ? അതെ അതെ, ഇവിടെ ടണൽ വന്നിരിക്കുന്നത് പുറത്ത് ഓൾ വീൽ ഡ്രൈവ് വേർഷൻസ് ഉണ്ട്. നമുക്ക് 1.8 മാത്രം ശരിക്കും ഓൾ വീൽ ഡ്രൈവ് വന്നിട്ടുള്ളൂ. ഓൾ വീൽ ഡ്രൈവ് വന്നിട്ടില്ല. ആണോ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്, ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി ഓരോ ലൈറ്റ് ഷോയോ ഇത് കുറെ ചെറിയ ചെറിയ സാധനങ്ങളുണ്ട്. ഇന്ന ലൈറ്റ് കത്തിക്കുക, അന്ന ലൈറ്റ് കത്തിക്കുക, അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ മൈന്യൂട്ട് സാധനങ്ങളുണ്ട്. സിംപ്ലി ക്ലെവർ അല്ലേ? അത് ഫോക്സ്വാഗൻ ഇതുപോലെ ഉണ്ടോ ബ്രോ? ഫോക്സ്വാഗനും ചെയ്യാം. ഇത്ര ഉണ്ടോ? GTIയിലും അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ടോ? GTIയിൽ ചെയ്യാം. ജെറ്റ ഒരു ഇപ്പോ ഫേസ് ലിഫ്റ്റ് ജെറ്റ വന്നില്ലേ? പോളോയിൽ എന്തോരുണ്ട്? നമ്മുടെ പോളോ ഗൈസ് എന്തോരം പോളോയിൽ കുറവാ. കാരണം PQ പ്ലാറ്റ്ഫോം പലരും പോളോയിൽ ഇപ്പൊ ഇത് വിൽക്കുന്നുണ്ട്, സുധയിലുണ്ട്. പക്ഷെ നല്ല പോളോന് ബേസിക് ആയിട്ടുള്ള കുറെ ഫീച്ചേഴ്സ് ചെയ്യാൻ പറ്റും. പക്ഷെ പോളോയിലും ബേസിക് ആയിട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യണേ. നല്ല രസം ഇത്. കാരണം ഇത് ചില സിമ്പിൾ കാര്യങ്ങൾ മേക്സ് ബിഗ് ഡിഫറൻസ്. നമ്മൾ കാണുന്ന ഈ വിഷ്വലി ആണെങ്കിലും അല്ലേ, ഒരു സാറ്റിസ്ഫാക്ഷനാ. വാസ്തുക്കിന് ഹോയേ ആരൊക്കെയോ ഉണ്ട് കൂടെ, അല്ലെങ്കിൽ ഇങ്ങനെ അല്ല എന്റെ കുര്യാപ്പ്. നമ്മള് ഇത്ര നേരം കുറെ ലൈറ്റ് ഒക്കെ ചേഞ്ച് ചെയ്ത് കളിച്ചു. പക്ഷെ അർബൻ ജോക്ക് എന്നൊക്കെ പറഞ്ഞ കുറെ ജോക്കുകൾ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ നല്ല നല്ല ഫങ്ഷൻസ് ആയിരുന്നു കേട്ടോ. പക്ഷെ ഇനി നമ്മള് റിയൽ ഇനി ഗെയിം ചേഞ്ചർ സാധനം അത് അല്ലേ? മെക്കാനിക്കലി കുറച്ച് വ്യത്യാസങ്ങൾ വരും നമുക്ക്. ഇതെന്താ സമയത്ത് പ്രോ പറഞ്ഞേ? അപ്പോൾ നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് സ്റ്റോക്കിൽ വരുന്നത് നമ്മുടെ സ്റ്റെബിലിറ്റി കൺട്രോൾ പ്രോഗ്രാം നമുക്ക് ASR ഓഫ് മാത്രമേ ഇത് സ്റ്റോക്ക് വരുന്നുള്ളൂ. ASR ഓഫ് എന്ന് പറഞ്ഞാൽ ESP ഓഫ് ചെയ്യാൻ പറ്റില്ല, ജസ്റ്റ് ട്രാക്ഷൻ കൺട്രോൾ മാത്രമാണ് ASR ഓഫിലാവുക.
അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കോഡ് ചെയ്തിട്ട് ഒരുപാട് ഓപ്ഷൻസ് അൺലോക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ഡാരൽ ബ്രോയുടെ DTR ഇല്ലേ, അതിൻ്റെ അകത്ത് ASR ഓഫാണ് കിടക്കണേ. ASR അതുകൊണ്ടാണ് നമ്മൾ കാല് കൊടുക്കുമ്പോഴേക്കും ഇടയ്ക്കൊന്നും ഇങ്ങനെ ഒരു വലി വരുമല്ലോ തിരിച്ച്, അത് പവർ കട്ട് ചെയ്യുന്ന. അതിന് ESC ഓഫ് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സെൻറ്റായിട്ട് പോകാം. പക്ഷേ അത് ഡേഞ്ചറസ് ആണ്, കാരണം എങ്ങാനും വണ്ടി കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വണ്ടി തന്നെ തിരിച്ചു പിടിക്കില്ല. അപ്പോൾ ഇപ്പൊ നമുക്ക് അതിന്റെ ഒരു മിഡിൽ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ സാധനമാണ് ESC സ്പോർട്ട് എന്ന് പറയുന്നത്. ഇതിൽ മിഡിൽ ഗ്രൗണ്ട് ഒന്നും വെക്കണ്ട, മൊത്തം അങ്ങ് ഓഫ് ചെയ്തോ. അടുത്ത പില്ലറി കയറ്റാനാണ് അല്ലല്ല, അത് കഴിഞ്ഞാൽ ഓഫായി പോവല്ല, ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരും. മനസ്സിലായില്ലേ? അപ്പൊ ESC സ്പോർട്ട് എന്ന് പറയുമ്പോഴേക്കും ഇതിന്റെ നടുക്കാണ്, ഒരു ഫണ്ണായിരിക്കും, പക്ഷെ എന്നാ നമ്മളെ കൊല്ലൂല, ആ ഒരു സെറ്റപ്പ്. അപ്പൊ ഇപ്പൊ ഞാൻ ASR ഓഫ് ESC ഓഫ് ASR ഓഫ് ESC ഓഫ് ESC സ്പോർട്ട് ASR ഓഫ് ESC സ്പോർട്ട് അൺലോക്ക് ചെയ്യട്ടെ. അതോ നിനക്ക് ESC ഓഫ് വേണോ? അവൻ അങ്ങനെ ചോദിക്കില്ലേ അവനോട്, നിനക്ക് എന്താ വേണ്ടെന്ന് ഏറ്റവും പവർ കൂടി അങ്ങ് കിട്ടെ. ASR ഓഫ് ESC ഓഫ് AC ഓൺ ആക്കിയാലും പവർ AC അല്ല, ഇത് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈ ESR എന്താണ്, ഇത് 300 HP വണ്ടിയൊന്നുമല്ലല്ലോ. ESC എന്താണ്, ASR എന്താണ്, പിന്നെ EPC കത്തിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, അതില്ലല്ലേ. ASMR എന്താണ്, രാത്രിയായി അടുത്തേക്ക് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അടിച്ചുപോയി അത് റീസെറ്റ് ആവുന്ന. നമുക്കപ്പോ ASR ഓഫ് ESC ഓഫ് വന്നിട്ടുണ്ട്. ESC ഓഫ് ഞെക്കി കഴിഞ്ഞാൽ നമുക്കൊരു വാർണിംഗ് ഒക്കെ വരും. ചിലപ്പോ ചാവും. നമ്മൾ ചത്ത് കഴിഞ്ഞാൽ വണ്ടി തന്നെ റെസ്പോൺസിബിൾ അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഡീആക്ടിവേറ്റ് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഡീആക്ടിവേറ്റ് ഫുൾ ഓഫ് ആണത്. വണ്ടി ഒട്ടും നമ്മളെ ലിമിറ്റ് ചെയ്യില്ല, നമ്മൾ എന്തൊക്കെ കാണിച്ചാലും നമ്മളെ കൊല്ലും. അതിന്റെ ഒരു സ്വീറ്റ് സ്പോട്ട് ആണ് ESC സ്പോർട്ട്. എന്റെ പോളോയിൽ അതൊന്ന് ഓൺ ആക്കിട്ടെ ബ്രോ, ഭയങ്കര പോളോന് ഭാഗ്യവശാൽ ESP ഇല്ല, അപ്പൊ നീ പില്ലറിലാണ്. ട്രാക്ഷൻ കൺട്രോളും ഇല്ല, ABS ഉണ്ട് കേട്ടോ, വെറുതെ അല്ല. ABS മോഡൽ അടിച്ചു തീർന്നു. പക്ഷേ ഓട്ടോമാറ്റിക് വന്ന വണ്ടികൾക്കൊക്കെ ESP ഉണ്ട്. പക്ഷെ ഓട്ടോമാറ്റിക് വണ്ടി 1 ലിറ്ററിലൊക്കെ എന്തിനാ വെറുതെ, എന്താടാ പവർ ഉള്ള വണ്ടിക്കില്ല. അതാണ്. പക്ഷെ നിനക്ക് ആ വണ്ടിയിൽ പവർ ഫീൽ ചെയ്യുന്നത് ഇതൊന്നും ഇല്ലാത്തോണ്ടാ. റോ എന്ന് പറഞ്ഞാ റോ സ്പോർട്ട് ഇട്ടെടുക്ക്. അവൻ ഓഫ് മതി എന്ന് പറഞ്ഞല്ലോ. എന്തിനാ നിന്റെ വണ്ടി അല്ലത്, ഇതൊരിക്കലും ഓഫ് ചെയ്യാൻ പോകില്ല. എടാ ഇതെടുത്തോ. സ്പോർട്ട് എന്ന് പറഞ്ഞാ പവർ കട്ട് ചെയ്യും, പക്ഷെ എന്നാ നമ്മളെ കൊല്ലൂല. പക്ഷെ എടാ അത്രയും പവർ ഒന്നും ഈ വണ്ടി ഉണ്ടാക്കുന്നില്ലല്ലോ. ഞാൻ ഈ പറയുന്നത് മറ്റേ VRSകള്, C3 വണ്ടികൾ, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ. വണ്ടി അല്ലല്ലോ എന്റെ പോളോയിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ശരിയാ, അതിന് കുറച്ച് പവർ കട്ട് ചെയ്താൽ സേഫ് ആയിട്ടൊരു സ്ഥലം വരെ എത്തുള്ളൂ. പ്രത്യേകിച്ച് മഴയത്തൊക്കെ കട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ കുറച്ച് ഇലക്ട്രോണിക് ഡിഫറൻഷ്യൽ ലോക്ക് ഇന്ററാക്ഷൻ, ബേസിക്കലി XDS എന്നാണ് ഇതിനെ ഒരു ടെക്നിക്കൽ ടേം ആയിട്ട് വിളിക്കുന്നത്. ഇത് ഡിഫുള്ള വണ്ടികളിൽ എന്താണ് സംഭവിക്കുന്നത്, അത് മിമിക് ചെയ്യാൻ നോക്കും നമ്മുടെ വണ്ടി. അപ്പോ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കോർണർ എടുക്കുമ്പോഴേക്കും വീലിന്റെ ഇപ്പൊ ലെഫ്റ്റിലേക്കാണെങ്കിൽ ആ വീലിന്റെ ഇൻസൈഡ് മാത്രം ബ്രേക്ക് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഔട്ട്സൈഡ് ബ്രേക്ക് ചെയ്യില്ല, ഇൻസൈഡ് മാത്രം ബ്രേക്ക് ചെയ്ത് കൊടുക്കും. സോ ദാറ്റ് കാർ കുറച്ചുകൂടെ നല്ലോണം ടേൺ ഉണ്ടാവും. ബേസിക്കലി നമ്മുടെ ലിമിറ്റ് അല്ല LSD അതുപോലെ തന്നെ ഡിഫറൻഷ്യൽ ബ്രേക്ക് വെച്ച് ഒബ്വിയസ്ലി അത് നമ്മളൊരു LSD അല്ലെങ്കിൽ പ്രോപ്പർ ഡിഫ് ചെയ്യുന്നതിന്റെ അത്രയും എഫിഷ്യന്റ് ഓർ ഇതായിരിക്കില്ല. പക്ഷെ എന്നാൽ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്യും. ഈ സാധനം ശരിക്കും ഈ എല്ലാരും നോക്കണേ, ഞാൻ വിചാരിച്ച ആരോ പരിചയമുള്ളവരോ വന്ന്. കുഴപ്പമില്ല ഗൈസ്, എവിടെ വെച്ച് കണ്ടാലും വരണം. അതെ. അപ്പോ ഫോട്ടോഗ്രാഫ് വരാം. ഈ സാധനം ABS മോഡ്യൂളുള്ള എല്ലാ ഫോക്സ് വാഗൻസിനും ഈ സാധനം ഉണ്ട്, സ്റ്റാൻഡേർഡ് ആയിട്ട് ഫ്രം ഫാക്ടറി ഉണ്ട്. പക്ഷെ അത് അത്ര അഗ്രസീവ് ആയിരിക്കില്ല. ആണോ? ABS മൊഡ്യൂളുള്ള ABS ഉള്ള എല്ലാ വണ്ടിക്കും. അപ്പം എന്റെ പോളോയ്ക്ക് ഉണ്ടോ? ഉണ്ട്. ബ്രേക്ക് പിടിക്കുമോ? പിടിക്കും. പക്ഷെ ഞാൻ പിടിക്കാണ്ട് എന്റെ പോളോ ബ്രേക്ക് പിടിക്കുന്നോ? നീ കോർണർ ചെയ്യുമ്പോഴേക്കും ഇൻസൈഡ് ബ്രേക്ക് പിടിക്കും. ഇൻസൈഡ് ബ്രേക്ക് പിടിക്കോ? അതല്ലേ നീ ഇങ്ങനെ ഇരിക്കുന്നത്. എയർ കാർഡ് പോയത് ഓർമ്മയില്ലേ മോനെ? അയ്യോ, അല്ല ഈ ആക്റ്റീവ സ്കൂട്ടറിന് വരെ ഇങ്ങനത്തെ ഓരോ സാധനങ്ങളുണ്ടോ? സ്കൂട്ടറിൽ നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ ബാക്ക് ബ്രേക്കും പിടിക്കുമെന്ന് പറഞ്ഞ പോലെ. അതുപോലെ അല്ല ഇത് ഇച്ചിരൂടെ കോംപ്ലിക്കേറ്റഡാ. ഇത് സുസുക്കിയുടെ വണ്ടികൾക്കൊന്നും ഇല്ലല്ലോ.
ഇല്ല. എനിക്ക് ആക്ച്വലി ഇല്ല അറിയില്ല. ഇല്ല ഇല്ല. എനിക്ക് അറിയില്ല കേട്ടോ, എനിക്ക് അറിയില്ല, ചിലപ്പോ ഉണ്ടാവും. Volkswagenസിന് മെയിൻലി വന്നിട്ടുണ്ട്, വോക്സ്വാഗൻസിനുണ്ടെന്ന് അറിയാം. BMW വന്നിട്ടുണ്ട്. ഇങ്ങനെ ഹൈ എൻഡ് ജർമ്മൻ കാർസിന് ഡിഫ് ഉണ്ടല്ലോ. അല്ല, ഹൈ എൻഡ് ജർമ്മൻ കാർസിന് മെയിൻലി വന്നിട്ടുണ്ട്. ഇന്ത്യൻ വണ്ടിക്ക് ക്രോസ് കട്ട് ചെയ്ത് കുറെ സാധനം ഇല്ല. ഈ ടാറ്റയിൽ ഇങ്ങനെ വളച്ചാൽ ടാറ്റയിൽ എങ്ങനെ അങ്ങ് പോകും. ഈ സാധനം ഒക്ടാവിയ VRS 245 അവര് VAQ എന്ന് പറഞ്ഞൊരു ഡിഫ് കൊടുത്തിട്ടുണ്ട് ആ വണ്ടിക്ക് ഫ്രണ്ടില്. അപ്പൊ അത് ശരിക്കും മെക്കാനിക്കലായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നത്. ഇത് ഇലക്ട്രോണിക് ആയിട്ട് നമ്മൾ മിമിക് ചെയ്യാണ്. ഇത് ഫ്രം ഫാക്ടറി എല്ലാവർക്കും സ്റ്റാൻഡേർഡ് ആയിട്ട് ചെറുതായിട്ടൊരു ബ്രേക്കിംഗ് ഉണ്ടാവുള്ളൂ. ഭയങ്കര സ്പിരിറ്റഡ് ആയിട്ട് എന്തൂസിയാസ്റ്റിക് ആയിട്ട് കോർണേഴ്സ് എടുക്കുന്നവർക്ക് ഇത് നമ്മൾ സ്ട്രോങ്ങിലേക്ക് ആക്ടിവേറ്റ് ചെയ്ത് കൊടുക്കും. നമ്മുടെ എൽദോ സാബു ആ കാറ്റഗറിയിൽ വരുന്ന ഒരാളാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതെ 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 അതെ. അയ്യോ, അവനത് ഫുള്ളിൽ ഇട്ടോ. അതെ, അപ്പോ ഇത് സ്ട്രോങ്ങിൽ ഇട്ട് കഴിയുമ്പോഴേക്കും നമുക്ക് വണ്ടി കുറച്ചും കൂടെ സ്പീഡിൽ എടുക്കാൻ പറ്റുന്നില്ല, കുറച്ചുകൂടെ ടേണിന് ഇമ്പ്രൂവ് ആവും. ഇത് എങ്ങനെയാ റിയൽ വീൽ ഡ്രൈവ് വണ്ടികളുടെ ഒരു സോറി ഓവർ സ്റ്റിയർ കുറയ്ക്കോ? ഒക്ടാവിയക്ക് അല്ലെങ്കിലും ടെയിൽ ഇത്ര ഉള്ളതുകൊണ്ടും ബാക്കിൽ വെയിറ്റ് ഉള്ളതുകൊണ്ടും ഇച്ചിരി ഓവർ സ്റ്റിയർ ഉണ്ട്. ടെയിൽ ഔട്ട് ആവുന്ന വണ്ടിയാണ്. ഓവർ സ്റ്റിയർ കുറയ്ക്കൊന്നുമില്ല. സോറി, അണ്ടർ സ്റ്റിയർ കുറയ്ക്കോ? അണ്ടർ സ്റ്റിയർ ഇവന്റെ സസ്പെൻഷൻ സെറ്റപ്പ് ഒക്കെ ചെയ്യേണ്ടി വരും. ഇതുമായിട്ട് അണ്ടർ സ്റ്റിയർ ഓക്കെ ഏകദേശം കുറച്ചൊക്കെ കുറയ്ക്കും. ഓവർ സ്റ്റിയർ ആവോ ഇനി ഇത്? ഇത് ഓവർ സ്റ്റിയർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാട്ടോ ഈ വണ്ടി. ആണോ? ആ, ലോവറൊക്കെ ചെയ്ത് സെറ്റപ്പ് ആക്കി കഴിഞ്ഞത് ഇവനോട് ചോദിച്ചു നോക്ക്, ഇവൻ എന്റെ പുറകെ വന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് അവിടെ ഇൻഫോർടൈൻമെന്റിൽ നോർമൽ സ്റ്റോക്ക് വീൽസും നോർമൽ ഒക്ടാവിയ കാണാം. ഈ വണ്ടിയിൽ ആ ബമ്പർ മാറ്റിയിട്ടുണ്ട് VRSന്റെ പോലെ. പക്ഷേ അത് നമുക്ക് ഒരു ചെലവില്ലാണ്ട് അതിൻ്റെ അത് ബമ്പർ മാറ്റാം. പിന്നെ വീല് മാറ്റണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലവ് വരും. അതാണ് ചെയ്യാൻ പോണേ. ഓക്കെ, ലിമോസിനാക്കാൻ പോണോ? അല്ല, ഇതിന്റെ അവരുടെ ടേംസിൽ ലിമോസിൻ എന്ന് പറഞ്ഞാൽ സെഡാനും കോംബി എന്ന് പറഞ്ഞാൽ കോംബി ഇല്ലേ, സ്റ്റേഷൻ വാഗൺ, അതുണ്ട്. അപ്പൊ നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സെഡാൻ, കോംബി, സ്കൗട്ട് നമ്മൾ നേരത്തെ കണ്ട മോഡല്, RS. അപ്പൊ ഇതിപ്പോ നമുക്ക് RS ലിമോസിൻ ആക്കാം. കേട്ടോ, പെട്ടെന്നാവണ്ടല്ലോ. ഇത് RS കോംബി ആയല്ലോ. പക്ഷെ നല്ല രസമുണ്ട്. നമുക്ക് RS കോംബി ഇട്ട് നോക്കാം. അപ്പൊ ശരിയാവും. അങ്ങോട്ട് സ്വിച്ച് ആയിരിക്കും. അപ്പൊ നമ്മളിപ്പം RS ലിമോസിനാക്കി, സെഡാനായി. ഇത് ഈ വീല് നമുക്ക് ഇന്ത്യയിൽ കിട്ടിയിട്ടില്ല. പക്ഷെ ആ വീല് പക്ഷേ റൂമിലുണ്ട്. 17-ലും 18-ലും 17-ല് 100 PCD, 18-ല് അറിയാം 112 PCD-ല് പർട്ടിക്കുലർ വീല് അവിടെ യൂറോ സ്പെക് VRS വീൽസ് ഉണ്ട്. പെട്ടെന്ന് വന്നാൽ കിട്ടും. അടുത്ത നല്ല വീൽസ് വേണമെങ്കിൽ റിം റൂം വിസിറ്റ് ചെയ്യാം. അതെ, യൂസ് FF20 for 20% discount on checkout. നിന്റെ പേരാ അങ്ങനെ എങ്ങാനും പറഞ്ഞാ എടാ, ഇതില്ലേ നിന്റെ മറ്റേ നീ എന്തെങ്കിലും ഇടിക്കാറാവുമ്പോഴേക്കും മറ്റേ ബിബി പഠിക്കില്ലേ, അത് പിന്നെ നീ ഓടി തുടങ്ങുമ്പോഴേക്കും തന്നെ ഓഫ് ആവുമല്ലോ. അതിപ്പോ ഓഫ് ആവുന്നത് നീ 15 km/h ആവുമ്പോഴേ ഓഫ് ആവുള്ളൂ. അത് വേണമെങ്കിൽ എന്റെ സ്പീഡ് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യാം. ഞാൻ എന്റെ വണ്ടിയിൽ 5 ആയിട്ടേക്കണേ. ബിക്കോസ് അല്ലെങ്കിൽ നമ്മളിപ്പോ പാർക്കൊക്കെ ചെയ്യുമ്പോഴേക്കും കുറച്ചൊന്ന് അനങ്ങുമ്പോഴേക്കും അത് ഓഫ് ആവും. ഇത് എമർജൻസി ബ്രേക്കിംഗ് ലൈറ്റ്സ് ആണ്. നമ്മൾ BMW-ലൊക്കെ കാണുന്ന പോലെ നമ്മളൊരു സ്പീഡിൽ പോയിട്ട് പെട്ടെന്ന് എമർജൻസി ആയിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ബ്രേക്ക് ലൈറ്റ് ഫ്ലാഷ് ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ലൈറ്റും നമ്മുടെ ഇൻഡിക്കേറ്ററും കൂടെ ഒരുമിച്ച് ഫ്ലാഷ് ചെയ്യാനായിട്ട് നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. അതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അവിടുത്തെ എല്ലാ വണ്ടിയിലും കാണുന്നത് ഫ്ലാഷ് ചെയ്യുമ്പോൾ ഫോഗ് ലാമ്പ് ഒരുമിച്ച് ഫ്ലാഷ് ചെയ്യും ഈ ഫംഗ്ഷനിൽ. അത് ബാക്കിൽ ഫ്ലാഷ് ചെയ്യില്ലോ. ബാക്കിലത്തെ ഫോഗ് ലാമ്പ് ഇല്ലേ, അതും ഇങ്ങനെ ഫ്ലാഷ് ചെയ്യും. വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇതൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കൺട്രിയിൽ റിക്വയർഡ് ആയിരിക്കും. സ്റ്റിയറിംഗ് റെസ്പോൺസ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഇപ്പോൾ സ്റ്റോക്കിൽ ഈ വണ്ടി ഇച്ചിരി കംഫർട്ടബിൾ ആയിട്ടായിരിക്കും വരുന്നത്. ഒരു കൈ വെച്ചിരിക്കാം. നമുക്കത് മാറ്റിയിട്ട് ഇപ്പം നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണിത്. കംഫർട്ട് ഇടാം. ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ സ്പീഡ് അനുസരിച്ച് ഡൈനാമിക് എന്ന് പറഞ്ഞാൽ ഓൾവേസ് സ്റ്റിഫ് ആയിരിക്കും സ്റ്റിയറിംഗ് തിരിക്കാനായിട്ട്. സിസ്റ്റത്തിന്റെ പേരാണ് ഇത്. MIB 2.5 ആണ്. ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറഞ്ഞാൽ പുറത്തൊക്കെ ഒരുപാട് ഗോൾഫുകളും ഒക്ടാവിയകളും സ്കോഡകളും ഒക്കെ ഡ്രൈവിംഗ് സ്കൂൾസിൽ യൂസ് ചെയ്യുന്ന വണ്ടികളാണ്. ഇൻസ്ട്രക്ടർക്ക് കാണാനായിട്ടുള്ള സ്ക്രീനാണിത്. എന്ന് വെച്ചാൽ ഇപ്പോൾ കറണ്ട് സ്പീഡ് വണ്ടിയുടെ എത്രയാണ്, എത്ര നേരമായിട്ട് ഓടുന്നുണ്ട്, ആവറേജ് സ്പീഡ് എത്രയാണ്, ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നുണ്ടോ, വണ്ടീന് എത്ര കിലോമീറ്ററും കൂടെ ഫ്യൂൽ ഓടും, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഈ ഡിസ്പ്ലേയിൽ വരും. 200 വെളി പോകുന്നുണ്ടോ അതൊക്കെ ഉണ്ട്. അതെ, ലൈവായിട്ട് ഇവിടെ സ്പീഡൊക്കെ കാണിക്കും വണ്ടിയുടെ. ബേസിക്കലി പാസഞ്ചറിന് സ്പീഡ് കാണാം. ഇവിടെ നമ്മൾ ലാപ്പ് ടൈമർ എനേബിൾ ചെയ്യാൻ പോവാണ്. ശരിക്കും നമുക്ക് ആവശ്യമില്ല, നമ്മൾ നമ്മുടെ വണ്ടി ട്രാക്ക് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും ഇരിക്കട്ടെ, ഫ്രീ ആയിട്ട് ഇടുന്നല്ലേ, ഒരു വഴിക്ക് ഇറങ്ങിയതല്ലേ.
ലാപ്പ് ഓടിക്കാൻ പോയാലും. അതെ, ലാപ്പ് ടൈമർ ഓൺ ആക്കിട്ട്. യെസ് മോനെ, നമുക്ക് കിട്ടി ലാപ്പ് ടൈമർ. ലാപ്പ് ടൈമർ ഇനി ഇവിടുന്ന് 3000 സ്റ്റാർട്ട് അടിക്കുക. അതെ, ഇവൻ പല സ്ഥലത്തും ഇത്ര നേരമായി അവിടെ എത്തി എന്നൊക്കെ പറയും. ദൈവമേ, അതൊന്നും ഓണാക്കിയിട്ടല്ലേ ലാപ്പ് അടിക്കാൻ വേണ്ടി. ടൈം അടിക്കാം, കണ്ടോ? സ്പ്ലിറ്റ് ചെയ്യാവോ? സ്പ്ലിറ്റ് ടൈം അടിക്കാം, ന്യൂ ലാപ്പ് അടിക്കാം. മെനുവിൽ അൺലോക്ക് ആയിട്ടുണ്ട്. മോനെ പയ്യ ഓടിക്കണോട്ടാ, ലാപ്പ് ഒന്നും അടിക്കല്ലോ കേട്ടോ. മനോട്ട 3000 പണ്ടപ്പള്ളി ലാപ്പ് അടിക്കാൻ. ഡിസ്ക് ഡ്രൈയിങ് സിസ്റ്റം. ഓക്കെ, സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ്. ഇതെന്താ? ഇത് ബേസിക്കലി നമ്മുടെ എല്ലാ വാഗ് വണ്ടിക്കും സ്റ്റോക്ക് ആയിട്ട് തന്നെ നമ്മൾ മഴയത്ത് ഓടിക്കുമ്പോഴേക്കും റോഡ് വെറ്റാണെങ്കിൽ നമ്മുടെ ബ്രേക്സും വെറ്റായിരിക്കുമല്ലോ. അതെല്ലോ. അപ്പൊ ചിലപ്പോൾ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുമ്പോൾ ബ്രേക്ക് കിട്ടണം എന്നില്ല. അതുകൊണ്ട് വണ്ടി തന്നെ നമ്മൾ ബ്രേക്ക് പിടിച്ചില്ലെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പൊടിക്കൊന്ന് പിടിച്ചു കൊടുക്കും. ഓക്കെ, പക്ഷെ അത് നമ്മള് ആ പിടിയല്ല വണ്ടി, പക്ഷെ സ്ലോ. അതുകൊണ്ട് നമ്മൾ ബ്രേക്ക് പിടിക്കുന്ന പോലെ നമ്മൾ അറിയത്ത് പോലുമില്ല. ഓക്കെ, ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കും, സോ ദാറ്റ് ആ ഡിസ്ക് ഡ്രൈ ആയിട്ടിരിക്കാനായിട്ട്. അപ്പൊ അത് സ്റ്റോക്ക് ആയിട്ട് വരുന്നത് മീഡിയം ആണ്, നമ്മളത് സ്ട്രോങ് ആക്കുകയാണ്. അതല്ല, അതിപ്പോ തൊട്ട് കൊടുത്തില്ലെങ്കിലും നമ്മൾ അല്ല ഇനീഷ്യലി കുറച്ചുകൂടെ എപ്പോഴും ഹീറ്റപ്പ് ആയിരിക്കും, ബ്രേക്ക് എപ്പോഴും എഫിഷ്യന്റ് ആയിട്ട് ഇരിക്കാൻ. ഇതൊക്കെ നമ്മൾ എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഓടിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ്.